Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഐ വാസ് നോട്ട് ഓൺ ദ ട്രാക്ക് ഞാൻ കുറേ ആയിട്ട് പഠിച്ചിട്ട് ആക്ച്വലി നന്നായിട്ട് കാരണം ഫുൾ ബിസി ആയിരുന്നു. എൻ്റെ കസിൻസ് വന്നു, ഞാൻ കസിൻസിൻ്റെ ഒപ്പം കറങ്ങാൻ പോലെ ഇതൊക്കെ തന്നെയായിരുന്നു. സോ പഠിക്കാനായിട്ട് എനിക്കൊരു ടൈം കിട്ടിയില്ല എന്നാണ് ആക്ച്വൽ ആയിട്ടുള്ളൊരു കാര്യം. സോ ഇൻ ദിസ് ഡേ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐ എം കമ്മിങ് ബാക്ക് ടു ദ ട്രാക്ക്. ലൈക്ക് നോർമൽ പഠിക്കുന്ന പോലെ തന്നെ നേരത്തെ എനിക്ക് പഠിക്കാതെ പോലെ തന്നെ ഡെയിലി നൈറ്റ് ക്ലാസ് കാണുക. ഇത് ഞാൻ കുറേ ആയിട്ട് സ്കിപ്പ് ചെയ്തൊരു കാര്യം കൂടിയാണ്. സോ എനിക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ട്. സോ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എല്ലാവരും എണീക്കുമെന്ന് എനിക്കറിയാം. ഞാൻ 6 o'clock എണീറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ അങ്ങനെയല്ല എണീക്കാറ്. ഞാൻ 7 സംതിങ്ങിനാണ്, പക്ഷേ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഞാൻ നേരത്തെ എണീറ്റു. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ മൈക്കിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലൈക്ക് എൻ്റെ ഫോണിലല്ല ഞാൻ കണക്ട് ചെയ്ത് ടാബിൽ വോയിസ് ഓവർ ചെയ്ത് അത് ഫോണിലേക്ക് സെൻഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഇത് സി ടൈപ്പും ആണ്. സോ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് whatever. സോ അതിനുശേഷം മോർണിംഗ് തന്നെ ഞങ്ങൾക്ക് ബോട്ടണി റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി വരച്ചതാണ്, പക്ഷേ മിസ്സസ് അതിന് തന്നില്ല. കാരണം ലേബിളിംഗ് ഒന്നും എന്താ പറയുക, മിസ്സിന് കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ ലേബിളിംഗ് വേണം, അങ്ങനെയുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ സ്കൂളാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നല്ല മഴയാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ഓഡിബിൾ. ഇപ്പോഴത്തെ സമയം 7:45 അല്ലേ, 45. ഇനി പ്ലാൻ ഇസ് ടു സ്റ്റഡി. എനിക്ക് ബോട്ടണി നാളെ എക്സാം ഉണ്ട്, അതുകൊണ്ട് എഴുതാണ്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യാണ്ട് അങ്ങനെ എല്ലാവരും ചില്ലറ പണിയുണ്ട്. ബട്ട് അപ്പം നമുക്ക് എന്തായാലും അങ്ങനെ ഒരു 7:30 സംതിങ് ആയപ്പോൾ എനിക്ക് കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് വേണ്ട എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് ആക്കി. മിസ്സ് സബ്മിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മിസ്സ് അൺഫോർച്ചുനേറ്റ്ലി ചോദിച്ചിട്ടില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നോട്ട് കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ആക്ച്വലി രാത്രി പഠിക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ മുന്നേ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഈ ട്രാക്കിൽ ഇത് വിട്ട സമയത്ത് വീണ്ടും ഞാൻ അത് റെഡിയാക്കി വരുന്നുണ്ട്. ഐ വാസ് അഗെയിൻ ട്രൈങ് ടു സ്റ്റഡി. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ക്ലാസ് എന്താ വെച്ചാൽ പാർട്ട് 2, 3 ഒക്കെയാണ്. സോ ഞാൻ 1 കാണാതെ അതൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി സൈലത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബാക്കിലാണ്. അവർ 3 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ 2 ചാപ്റ്ററിൻ്റെ പകുതി എത്തിയിട്ടില്ല, തുടങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ല. സോ ഞാൻ ഭയങ്കര ബാക്കിലായിരുന്നു. പക്ഷേ ഈ ബാക്ക്ലോഗ്സ് ഒക്കെ ഐ വിൽ കവർ സൂൺ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി നോട്ട്സ് എഴുതാൻ യൂസ് ചെയ്യാറ് എൻ്റെ നോട്ടാണ് സൈലത്തത്തെ. അതും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ നോട്ട്സ്, മിസ് ക്വസ്റ്റ്യൻസ് ആണ് തരുക. സോ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആ ഒരു ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യുന്നത്. സോ ആക്ച്വലി ഐ ഹാഡ് പ്ലാൻസ്. അതായത് എനിക്ക് കെമിസ്ട്രി ക്ലാസ് കാണണം, സുവോളജി പഠിക്കണം. പക്ഷേ ഇപ്പോൾ സമയം 8:45 എനിക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് മോർണിംഗ് നേരത്തെ എണീറ്റിട്ട് ഒരു 5:30 സംതിങ് എണീറ്റിട്ട് 5:30 to 6:30 വരെ ക്ലാസ് കാണാം കെമിസ്ട്രി. പിന്നെ 6:30 to 7:30 വരെ നമുക്ക് സുവോളജി പഠിക്കണം. ഓൾറെഡി പഠിച്ചാൽ ജസ്റ്റ് റിവിഷൻ ഇസ് ഇനഫ്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ മടി പിടിച്ച് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് മിസ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സൈലൻസിൽ കഴിഞ്ഞതാണ്, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞ ആ ടൈമിൽ. പക്ഷേ മിസ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ ഇന്ന് ക്ലാസ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ലാസ്റ്റിലേക്കുള്ള ക്ലാസ് ഞാൻ പെൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടു, എന്നിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഫുൾ സെറ്റായി. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് ക്ലാസ്സിൽ പോകാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം നല്ല വൃത്തിക്ക് മനസ്സിലാവുകയും ചെയ്യും. മിസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. സോ ഐ വാസ് ആക്ച്വലി ഡൂയിങ് ദാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് മിസ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കത് മനസ്സിലായില്ല. സൈലത്തിൽ എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കണ്ടതാണ്, നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വീണ്ടും കണ്ടു, നോട്ട്സ് ഉണ്ടാക്കി. എനിക്ക് കെമിസ്ട്രി കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ സൂണർ കംപ്ലീറ്റ് ചെയ്യണം. സോ ഐ വിൽ റെക്കോർഡ് എവറിത്തിങ്.
Thanks for watching this video. So see you soon in the video. Till then, bye bye. ഹായ് ഗായ്സ്, അപ്പോൾ എനിക്ക് കുറേ കമൻറ്റ് കിട്ടാറുണ്ട്. സൗണ്ട് കുറവാണ്, ഒട്ടും സൗണ്ടില്ല, അങ്ങനെ കുറേ കമൻറ്റ് എനിക്ക് കിട്ടാറുണ്ട്. അറ്റ് ലാസ്റ്റ് ഐ ബ്രോട്ട് ഇറ്റ്. ഞാൻ മൈക്ക് വാങ്ങിച്ചു. മുന്നേ എനിക്ക് വാങ്ങിക്കണം നല്ല ആഗ്രഹമുണ്ട്, ബട്ട് ബഡ്ജറ്റ് എന്നെ സമ്മതിച്ചില്ല. ഇപ്പോൾ ഐ ഗോട്ട് ദി ബഡ്ജറ്റ് ആൻഡ് ഐ ഗോട്ട് ദി പ്രോഡക്റ്റ്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓവർ ഇങ്ങോട്ട് കിട്ടുന്നില്ല, വെളിച്ചം കിട്ടില്ല. യെസ്, ഇതാണ് മൈക്ക്. ഇത് ആക്ച്വലി സി ടൈപ്പാണ്. എൻ്റെ ഫോണ് സി ടൈപ്പ് അല്ല, ഐഫോണാണ്. അത് കുറച്ച് 11 അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു USB ആ ഒരു ടൈപ്പേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു എന്തൊക്കെ പറയുക, ആ ഒരു സാധനം മേടിക്കും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഓരോ. ഇത് അൺബോക്സ് ചെയ്യാം. മൈക്ക്. This thing is so cute. ഫ്ലഫിൻ്റെ കുക്കിനെ പോലുണ്ട്. നമുക്കതൊന്ന് പിന്നെ നോക്കാം കേട്ടോ. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ ഗുഡ്. അപ്പം ഞാൻ ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പം അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ്ലി പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ദ മൈക്ക്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം സി ടൈപ്പ് എൻ്റെ ഫോണിൽ. ഇപ്പോൾ ഞാൻ മമ്മീൻ്റെ ഫോണിലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ മൈക്ക് ഇല്ലാത്ത വോയിസ്. ഓക്കെ, ഇനി മൈക്കുള്ള വോയിസ് ഞാൻ ആഡ് ചെയ്യാം. സോ ദിസ് ഇസ് മീ ടോക്കിംഗ് ഓൺ ദ മൈക്ക്. ഇനി ഞാൻ മൈക്ക് പോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഇതിനുണ്ടെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.